കേരളത്തിലെ സ്കൂൾ സമയമാറ്റം എന്ന വിഷയം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു വലിയ ചർച്ചാ വിഷയമാണ്. സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്താനുള്ള സർക്കാർ നീക്കവും അതിനെതിരെയുള്ള വിവിധ സംഘടനകളുടെ പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തമായ നിലപാടും ഒരു രാഷ്ട്രീയ സാമൂഹിക സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും അതിലെ പ്രധാന കളിക്കാരെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു വിശകലനം അത്യന്താപേക്ഷിതമാണ്. സ്കൂൾ സമയമാറ്റം എന്ന ആശയം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ നീക്കത്തെ കണ്ടിരുന്നത്. നിലവിൽ രാവിലെ ആരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയാണ് കേരളത്തിലെ മിക്ക സ്കൂളുകളിലും പിന്തുടരുന്നത്. എന്നാൽ ഇത് ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസുകൾ തുടരുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠന സമയം നൽകുമെന്നും പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് അവസരമൊരുക്കുമെന്നും അതുവഴി പഠന നിലവാരം മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ വാദിക്കുന്നുണ്ട്. കൂടുതൽ സമയം പഠനത്തിന് ലഭിക്കുന്നത് സിലബസ് പൂർത്തിയാക്കാനും വിദ്യാർത്ഥികൾക്ക് വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കുകൂട്ടുന്നത്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും സ്കൂൾ സമയക്രമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സമയം കുറവാണെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. അധ്യാപക സംഘടനകളുമായി നടത്തിയ ചർച്ചകളിൽ പലരും സമയമാറ്റത്തെ അനുകൂലിച്ചുവെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സമയമാറ്റത്തിൽ ചർച്ചയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ സമയമാറ്റത്തെ ഏറ്റവും ശക്തമായി എതിർത്ത പ്രബല സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മദ്രസകളും സമസ്തയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷമോ ആണ് മദ്രസകളിൽ മതപഠനം നടക്കുന്നത്. സ്കൂൾ സമയം ഉച്ചയ്ക്ക് ശേഷം കൂടി നീട്ടുന്നത് മദ്രസാ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സമസ്തയുടെ പ്രധാന ആശങ്ക. വിദ്യാർത്ഥികൾക്ക് മതപഠനത്തിന് മതിയായ സമയം ലഭിക്കാതെ വരുമെന്നും ഇത് അവരുടെ മതപരമായ അറിവിനെയും വിശ്വാസത്തെയും ബാധിക്കുമെന്നും സമസ്ത വാദിക്കുന്നുണ്ട്. മദ്രസകൾ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മദ്രസ വിദ്യാഭ്യാസം മുസ്ലിം കുട്ടികളുടെ മതപരമായ അസ്തിത്വം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സമയമാറ്റം മദ്രസാ പഠനത്തെ ഇല്ലാതാക്കുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ പ്രതികരണം മാന്യമായിരുന്നില്ലെന്ന് പരസ്യമായി വിമർശിച്ചു. സമുദായത്തിന്റെ കൂടി വോട്ട് നേടിയാണ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും സാമുദായിക കാര്യങ്ങളിൽ സംഘടനകൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഉറങ്ങുന്ന സമയത്ത് മദ്രസാ പഠനം നടത്താൻ സാധിക്കില്ലെന്നും ആകെ 24 മണിക്കൂറേ ഒരു ദിവസം ഉള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും സർക്കാർ തീരുമാനം മാറ്റണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും സമസ്ത പ്രഖ്യാപിച്ചു. സമസ്തയുടെ ഈ ശക്തമായ നിലപാട് സർക്കാരിനെ സമ്മർദ്ദത്തിലുമാക്കി. സമസ്തയുടെ നിലപാടിന് മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയും ലഭിച്ചു. ലീഗ് നേതാക്കളും സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്തെത്തി. ഇത് സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയും അവർക്ക് സമസ്ത പോലുള്ള മതസംഘടനകളിലുള്ള വിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന് എളുപ്പത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് വ്യക്തമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയത്തെ ആയുധമാക്കി. വിദ്യാഭ്യാസ മന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു. ഈ വിഷയത്തിൽ സമസ്തയും ലീഗും ഒന്നിച്ചതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. പ്രക്ഷോഭം പ്രഖ്യാപിക്കാനുള്ള സമസ്തയുടെ തീരുമാനം സർക്കാരിനെ അനുരഞ്ജനത്തിന് പ്രേരിപ്പിച്ചു. സമസ്തയുടെയും ലീഗിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ നിലപാട് മയപ്പെടുത്തി. സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. സമസ്ത സമയം അറിയിച്ചാൽ മതി, ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് മന്ത്രി വ്യക്തമാക്കി. കോടതിയുടെ നിലപാടാണ് താൻ പറഞ്ഞതെന്നും ധിക്കാരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുരഞ്ജന ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മന്ത്രിയുടെ ഈ പുതിയ നിലപാടിനെ സമസ്ത സ്വാഗതം ചെയ്തു. ചർച്ചയ്ക്ക് വിളിച്ചത് മാന്യമായ നടപടിയാണെന്നും ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. വൈകിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാന്യമായ സമീപനം ഉണ്ടായതെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ ചൊടിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ സർക്കാർ സമസ്തയുമായി ഒരു സമവായത്തിലെത്താനാണ് സാധ്യത. മദ്രസാ പഠനത്തിൽ തടസ്സമില്ലാത്ത രീതിയിൽ സ്കൂൾ സമയം ക്രമീകരിക്കുക എന്നതായിരിക്കും പ്രധാന ആവശ്യം. ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസുകൾ ആരംഭിക്കുന്ന സമയം അല്പം വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മദ്രസാ പഠനത്തിന് സൗകര്യപ്രദമായ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാം. വിദ്യാഭ്യാസ മന്ത്രിയും സമസ്തയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കാം. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക സംഘടനകളുമായുള്ള സഹകരണത്തിന്റെ ഒരു മാതൃകയായി മാറിയേക്കാം. അതേസമയം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്യുന്നതിലുള്ള സർക്കാരിന്റെ പരിമിതികളും ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒരു സമവായത്തിലെത്തുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഒടുവിൽ ഈ ചർച്ചകൾ ഒരു ക്രിയാത്മകമായ പരിഹാരത്തിലെത്തുകയും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്
സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ അറിവും നേടാനുള്ള അവസരം ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ വിഷയം വിദ്യാഭ്യാസപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുമ്പോൾ സാമൂഹികവും മതപരവുമായ ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്.